ഹായ് ഓൾ, വെൽക്കം ടു ക്രാഫ്റ്റ് മൈസെൽഫ്. ഇന്ന് നമുക്ക് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. ബിഫോർ ഗോയിങ് ടു ദ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അസംബ്ലി ഉണ്ടാവുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമുള്ളൊരു കാലഘട്ടം. ഇന്ന് നമ്മൾ കോൺസ്റ്റന്റ് അസംബ്ലി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഒരു പോർഷനാണ് പറയുന്നത്. അതിൽ തന്നെ അതിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ കഴിയും. അതായത് ഒന്ന് കമ്പനി റൂൾ എന്നും രണ്ട് ക്രൗൺസ് റൂൾ എന്നും. അതായത് കമ്പനി റൂൾ വരുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1858 വരെയുള്ള കാലഘട്ടമാണ്. അതിനുശേഷം 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മുതൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 വരെ ക്രൗൺ റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ കമ്പനി റൂളിലെ ഫസ്റ്റ് റൂളായിട്ടുള്ള റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ആക്ടിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു റോയൽ ചാർട്ടർ ലഭിക്കുന്നു. അത് ട്രേഡ് ആൻഡ് കൊമേഴ്സ് നടത്താനുള്ളൊരു അവകാശമാണ്. അത് ക്യൂൻ എലിസബത്ത് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൂടെ അവർക്ക് ഒരു ട്രേഡിൻ്റെ ഒരു മോണോപോളി ഇവിടെ കിട്ടുകയാണ്. അതിനുശേഷം 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയും 1764 ബാറ്റിൽ ഓഫ് ബക്സാറും അവർക്ക് പുതിയൊരു പ്രവർത്തന തലം തുറന്നു കൊടുക്കുകയാണ്. അതായത് അവരൊരു സൈനിക ശക്തിയായിട്ട് മാറുകയാണ്. അവരുടെ ഒരു യുദ്ധത്തിലുണ്ടായ വിജയം അവർക്കൊരു സൈനിക ശക്തിയുടെ പരിവേഷം കൊടുക്കുന്നു. അങ്ങനെ ഇവർ 1765 അലഹബാദ് ട്രീറ്റിയിലൂടെ ദിവാനി റൈറ്റ്സും കൂടി നേടിയെടുക്കുന്നു. ദിവാനി റൈറ്റ്സ് എന്താണെന്ന് അറിയാമല്ലോ, ടാക്സ് കളക്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് ദിവാനി റൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവരൊരു സിവിൽ ജസ്റ്റിസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ഇതൊരു ഫലഭൂഷ്ടമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഒഫീഷ്യൽസ് ആണല്ലോ ഈ ഇവിടുത്തെ റൂളെല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ റിച്ച് ആവാൻ തുടങ്ങി. അവർ അഴിമതി ചെയ്ത് റിച്ച് ആവാൻ തുടങ്ങി. അതിനെതിരെ കൊണ്ടുവന്ന ഒരു ഫസ്റ്റ് നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന നിയമമാണ് ഒന്നാമത്. രണ്ടാമതായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, അവരുടെ രാഷ്ട്രീയപരമായിട്ടും ഭരണപരമായിട്ടുള്ള ഒരു കഴിവിനെ അംഗീകരിക്കുന്ന ഒരു നിയമം കൂടിയാണിത്. പിന്നെ സെൻട്രലൈസേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ബോംബെ, ബംഗാൾ, മദ്രാസ് എന്നിവിടങ്ങളിലെ ഗവർണറിനെ ഗവർണർ ജനറലാക്കി മാറ്റി. ഫസ്റ്റ് ബംഗാളിലെ ഗവർണർ ജനറലായിരുന്നു വാറൻ ഹേസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ 1774 കൽക്കട്ടയിലൊരു സുപ്രീം കോർട്ടും കൂടി സ്ഥാപിക്കുകയുണ്ടായി. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ യൂറോപ്യൻസ് ആണ്. ഫസ്റ്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് എലിജ ഇംപെയാണ്. പിന്നെ പ്രത്യേകിച്ച് അതിനുശേഷം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ഈ നിയമത്തിലൂടെ അവർ മെയിനായിട്ടും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.